വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ നിന്റെ ശരീരം ഖബറാളികളുമായി എണ്ണിക്കൊണ്ടേയിരിക്കണം. അഥവാ ഖബറിൽ നീ കിടക്കേണ്ടതുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ ഖബർസ്ഥാന് കാണുമ്പോഴും ഞാനും ഇവിടെ കിടക്കണമെന്നുള്ള ചിന്തയുണ്ടാവണം. പള്ളിയിലേക്ക് പോയി ഒച്ചപ്പാടുണ്ടാക്കി, പള്ളിയിലെത്തി ബഹളമുണ്ടാക്കി, നിസ്കരിച്ചു, തിരിച്ചു വന്നു. തൊട്ടുപുറത്ത് കിടക്കുന്ന ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, നാട്ടുകാരുണ്ട്, ഖബറിടങ്ങളുണ്ട്. അവിടെ ഞാനും കിടക്കണമല്ലോ എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാവാറുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത നമ്മൾക്കുണ്ടാവാറുണ്ടോ? ഞാനും ഇവിടെ കിടക്കേണ്ടവനാണ്, കിടക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ എന്ന ചിന്ത പോലും നമ്മളിൽ ഉണ്ടാവാറില്ല. ഇവിടെ കിടക്കാൻ എന്തൊരുക്കമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ത് പ്രിപ്പറേഷനാണ് എന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ, രാവിലെയായാൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് നീ ഓർക്കരുത്, ചിന്തിക്കരുത്. പരിശുദ്ധ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഇദാ വുദിഅൽ മയ്യിതു ഫീ ഖബ്രിഹി, ഒരാളെ ഖബറിൽ വെച്ചാൽ വൻസറഫൽ മുശയ്യിഊന മിൻ അഹ്ലിഹി, ആ ഖബറിലേക്ക് വെക്കുന്ന ആളുകളൊക്കെ മാറിപ്പോയാൽ, കുടുംബക്കാരായി, നാട്ടുകാരായി, മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാസ ഖബറിൽ വെച്ച് ആളുകളെല്ലാം തിരിഞ്ഞുപോയാൽ, വതറകൂഹു വഹീദൻ ഫീ ലഹദിഹി, ആ ഖബറിൽ അയാളെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് എല്ലാവരും തിരിച്ചുപോയാൽ, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയുമത്രേ, അബ്ദി, അടിമയെ, ഖബറിൽ കിടക്കുന്ന ആ ഖബറാളിയോട് അല്ലാഹു പറയുമത്രേ, റജഊ വതറകൂക്, നിന്റെ കുടുംബക്കാര് വിട്ടുപോയിരിക്കുകയാണ്, നിന്റെ മാതാപിതാക്കൾ വിട്ടുപോയിരിക്കുകയാണ്, ചങ്ങാതിമാരും നാട്ടുകാരും വിട്ടുപോയിരിക്കുകയാണ്. റജഉ, അവര് മടങ്ങി. വതറകൂക, നിന്നെ ഒറ്റയ്ക്കാക്കി. ഫിത്തുറാബി ദഫനൂക, ഈ മണ്ണിൽ അവർ നിന്നെ മറമാടിയിരിക്കുകയാണ്, മൂടിവെച്ചിരിക്കുകയാണ്. വലൗ ബഖൗ മഅക മാ നഫഊക, ഇനി അവർ മടങ്ങിപ്പോവാതെ ഖബറിന്റെ മുകളിൽ അവരെല്ലാവരും കൂടി നിന്നാലും നിനക്കൊരു ഉപകാരം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. വലൗ ബഖൗ, അവരെല്ലാവരും ഖബറിന്റെ മുകളിൽ തിരിച്ചു പോവാതെ അവിടെ തന്നെ നിന്നാൽ, മാ നഫഊക, അവരെ കൊണ്ടൊരു ഉപകാരവും നിനക്ക് ലഭിക്കില്ല. വലം യബ്ഖി ലക ഇല്ലാ അന, ഇന്ന് എന്നെ കൊണ്ടല്ലാതെ ഒരു ഉപകാരവും നിനക്ക് കിട്ടൂല. വലം യബ്ഖി ലക ഇല്ലാ അന, ഞാൻ മാത്രമേ ഇന്ന് നിനക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ, വേറെ ഒരാളും സഹായിക്കാനില്ല. വഅനൽ ഹയ്യുൽ ലദീ ലാ അമൂത്, മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്ന ഒരാൾ ഞാനാണെന്ന് ഖബറിലേക്ക് വന്ന വ്യക്തിയോട് അല്ലാഹു പറയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ആ റബ്ബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. എല്ലാവരും മടങ്ങിപ്പോകുന്ന സമയം, കുടുംബക്കാരും നാട്ടുകാരും ചങ്ങാതിമാരും മടങ്ങിപ്പോകുന്ന സമയം, ആ ഒരു സമയത്ത് എന്റെ കൂടെ ഉണ്ടാകുന്നത് എന്റെ റബ്ബാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം, നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെയും ഞാൻ ഓർക്കാം. ഇതല്ലേ അല്ലാഹു പറയുന്നത്, മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മുടെയും കൂടെ നിൽക്കും. ജീവിക്കുന്ന കാലത്ത് റബ്ബിന്റെ കൂടെ നിൽക്കണം, മരണസമയത്ത് റബ്ബ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മൻ കാന മഅല്ലാഹ്, ജീവിക്കുന്ന സമയത്ത് റബ്ബിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അല്ലാഹു പറഞ്ഞത് കേൾക്കാൻ, തെറ്റുവന്നാൽ തൗബ ചെയ്യാൻ, തെറ്റുവന്നാൽ പശ്ചാത്തപിക്കാൻ, അല്ലാഹുവിനെ ഓർക്കാൻ, ഖുർആൻ ഓതാൻ, നിസ്കരിക്കാനൊക്കെ അല്ലാഹുവിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ, എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് അല്ലാഹു പറയും, അന മഅക്, ഇന്ന് ഞാൻ നിന്റെ കൂടെയുണ്ട്. അല്ലെങ്കിലോ അല്ലാഹു പറയുന്നത്, ഇന്നാ നസീനാകും കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ മറന്നില്ലയോ? ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഖബറിനെ മറന്നില്ലയോ? എന്നെ മറന്നില്ലയോ? ആഖിറത്തെ മറന്നില്ലയോ? അതുകൊണ്ട് ഇന്നാ നസീനാകും, ഞാനും നിങ്ങളെ മറക്കുന്നു. ഏത് സമയത്ത്? ഒരാളുമില്ലാതെ എല്ലാവരും നെട്ടോട്ടമോടുന്ന സമയമാണത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ, ഉമ്മമാരില്ല, ഉപ്പമാരില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, കുടുംബങ്ങളില്ല, ചങ്ങാതിമാരില്ല, മക്കളില്ല, ആരുമില്ല, ഒരാളും കൂടെയില്ല, ഒരാളും സഹായിക്കാനില്ല. ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് നമ്മുടെ റബ്ബാണ്. ആ റബ്ബാണ് പറയുന്നത്, ആ അല്ലാഹുവാണ് പറയുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? ആ റബ്ബ് പറയുന്നുണ്ട്, ഇന്നാ നസീനാകും, ഞാൻ നിങ്ങളെ മറന്നിരിക്കുകയാണ്.
ഞാൻ നിങ്ങളെ മറന്നിരിക്കുകയാണ്. ഏതുപോലെ കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇന്നത്തെ ദിവസം നിങ്ങൾ മറന്നില്ലയോ? നിങ്ങൾ എന്നെ അന്ന് ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളെ ഓർക്കുമായിരുന്നു. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഖേദം വരുന്നവർ, ധിക്കാരത്തോടെ റബ്ബില്ല എന്ന് നിഷേധിക്കുന്നവരല്ല, തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഖേദമുള്ളവർ, അല്ലാഹു ശിക്ഷിക്കുമോ എന്ന് പേടിക്കുന്നവർ, അല്ലാഹുവിന്റെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ, അത്തരം ആളുകളെ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, അവർക്ക് അല്ലാഹു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ കൂടെ റബ്ബുണ്ടാകും. ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണം വരെ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു ഉണ്ടാകും. അല്ലാഹു ഉണ്ടാകും. മൻ കാന മഅല്ലാഹ് അല്ലാഹു മഅ, അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു കൂടെയുണ്ടാകുമെന്നാ പറഞ്ഞത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, അവരുടെ കാലുകൾ പതറൂല, അവരുടെ കാലുകൾ ചിതറുകയോ അവരുടെ ഹൃദയങ്ങൾ പതറുകയോ ചെയ്യില്ല. കാരണം അവരുടെ കൂടെ സഹായത്തിന് അല്ലാഹു ഉണ്ടാകും. ദുനിയാവിൽ മാത്രമാണോ? അല്ല, വഫിൽ ആഖിറ, ആഖിറത്തിലും റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഖബറിലെത്തിയാലും അല്ലാഹു ഉണ്ടാകും, മഹ്ശറയിലെത്തിയാലും അല്ലാഹു ഉണ്ടാകും, സിറാത്ത് പാലത്തിലും അല്ലാഹു ഉണ്ടാകും, നന്മയുടെയും തിന്മയുടെയും കിതാബ് തരുമ്പോഴും അല്ലാഹു ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആഖിറമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അല്ലാഹു നമ്മുടെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഹലാലായ എന്റർടൈൻമെന്റിലൂടെ ഹറാമിലേക്ക് കടന്നു പോവാതെ, അഥവാ ഹറാം വന്നു പോയാൽ തന്നെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി ഹലാലായ ആസ്വാദനങ്ങൾ ആസ്വദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യനാകുമ്പോ പല ആസ്വാദനങ്ങളും അവർ ആസ്വദിക്കും. അതിൽ ഹറാം വരാതെ സൂക്ഷിക്കണം, ഹലാലായത് നമ്മൾ ചെയ്യണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹലാലായ ആസ്വാദനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഇനി ഞാൻ അങ്ങോട്ട് ഒന്നുമില്ല, അങ്ങനെ വേണ്ട. ഹലാൽ ജീവിതം മടുപ്പ് വരാത്ത രീതിയിൽ അല്ലാഹുവിന്റെ തൃപ്തിയിലൂടെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ അസ്ബഹ വഅക്ബറ ഹമ്മഹുൽ ആഖിറ, രാവിലെയായി ചിന്ത ആഖിറമാണ്, സുബ്ഹിക്ക് എണീറ്റത് തന്നെ ആഖിറത്തോടുള്ള ലക്ഷ്യത്തോടെയാണ്, ആഖിറം സമ്പാദിക്കണമെന്നുള്ള നിയ്യത്തോടെയാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, അവനെ റബ്ബ് മുതലാളിയാക്കും. അല്ലാഹു മുതലാളിയാക്കും, അല്ലാഹു കോടീശ്വരനാണ്. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവ് ഇങ്ങോട്ട് വരും. ദുനിയാവിനെ തേടി നീ പോണ്ട, ദുനിയാവ് നിന്നെ തേടി വരും. വീട് വെക്കാനുള്ള സമയമാകുമ്പോ വീട് വെക്കാനുള്ള സമ്പത്ത് അല്ലാഹു നിനക്ക് തരും. പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള സമയമാകുമ്പോ അതിനുള്ള സമ്പത്ത് തരും. നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തികമായ സഹായം അല്ലാഹു തരും. എന്ന് വെച്ച് തസ്ബീഹ് മാലയും പിടിച്ച് പള്ളിയിൽ ഇരിക്കാനല്ല, അധ്വാനിക്കണം, അധ്വാനിക്കണം. പക്ഷേ ദീൻ മറന്നിട്ടുള്ള അധ്വാനം വേണ്ടാന്നുള്ളൂ. നിസ്കാരമില്ലാതെ, സുന്നത്ത് നിസ്കാരങ്ങളില്ലാതെ, ഖുർആനില്ലാതെ, ദിക്റില്ലാതെ, ഇതൊന്നുമില്ല, വെറും ദുനിയാവ്, അത് വേണ്ടാന്നാണ്. മൻ ലൈസ ലഹു വിർദുൻ ഫഹുവ ഖിർദുൻ, നിരന്തരമായി ചെല്ലുന്ന ഔറാദുകളില്ലെങ്കിൽ അയാൾ കുരങ്ങനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ കോലമുള്ള, അല്ലെങ്കിൽ മനുഷ്യനാണ്, പക്ഷേ നിങ്ങൾ കുരങ്ങുകളാണ്, മനുഷ്യന്റെ കോലമുള്ള കുരങ്ങുകൾ. ദിവസവും എന്തെങ്കിലും ഒരു വിറുദ് വേണം. ഒന്നുകിൽ ഒരു ജുസ് ഖുർആനോ, അതൊരു വിറുദാണ്. ഒരു 100 സ്വലാത്ത് ദിവസവും വിറുദാണ്. ഒരു 100 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിറുദാണ്. ഇസ്തിഗ്ഫാർ വിറുദാണ്. ദിവസവും നിരന്തരമായി ചെല്ലുന്ന ദിക്റുകളെയാണ് വിറുദ് എന്ന് പറയുന്നത്. അങ്ങനെ വിറുദില്ലാത്ത ആളുകൾ മൻ ലൈസ ലഹു വിറുദുൻ ഫഹുവ ഖിർദുൻ, അവർ കുരങ്ങന്മാരാണ്. നിങ്ങളൊക്കെ കുരങ്ങനാണോ അല്ലേ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ദിക്റില്ലേ, നിരന്തരമായി ചെല്ലുന്ന ദിക്റുകളും ഔറാദുകളും ഇല്ലെങ്കിൽ കുരങ്ങന്മാരിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്ത് വേണം? അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് വിർദുകൾ, നിരന്തരമായിട്ടുള്ള ഔറാദുകൾ. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവിന്റെ പിന്നാലെ പോകണമെന്നില്ല. നിങ്ങളുടെ നിസ്കാരവും ദീനും ഖുർആനൊക്കെ കഴിഞ്ഞിട്ടുള്ള അധ്വാനം കൊണ്ട് തന്നെ
നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലാഹു നിങ്ങൾക്ക് തരും. നിങ്ങളെ ദുനിയാവ് മോഹിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നല്ലത്. ആഖിറം വിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോയി നോക്കുമ്പോൾ അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു രൂപ പോലും കൂടുതൽ കിട്ടിയില്ല. എന്നാൽ ദീനിന് പ്രാധാന്യം നൽകി, ആഖിറത്തിന് പ്രാധാന്യം നൽകി അധ്വാനിച്ചപ്പോ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പടച്ചവൻ തന്നു. അതല്ലേ നല്ലത്. ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, യാ അബൂദർ, അബൂദർറേ, അതറാ കസ്റത്തുൽ മാലി വൽ ഗിനാ, ഒരുപാട് സമ്പത്തുള്ളവൻ മുതലാളിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബൂദർറേ? ഖുൽതു നഅം, അതേ നബി. വതറാ ഖില്ലത്തുൽ മാലി ഹുവൽ ഫഖർ, സമ്പത്തില്ലാത്തവൻ ദരിദ്രനാണ് എന്ന് തോന്നുന്നുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബി, കോടീശ്വരൻ എന്ന് പറയുന്നത് സമ്പത്തുള്ളവനല്ല, ഹൃദയത്തിൽ സമാധാനമുള്ളവനാണ് കോടീശ്വരൻ. മനോഹരമായ വീടും മനോഹരമായ വാഹനങ്ങളുമുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ലാത്തവൻ ദരിദ്രനാണ്, അവൻ പാവപ്പെട്ടവനാണ്. എന്താ നിങ്ങൾ വിചാരിച്ചത്? സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് ഒരാൾക്ക് സമാധാനം കിട്ടും? സമാധാനമില്ലാത്തവൻ ജീവിച്ചിട്ടെന്താ അർത്ഥം? ഭാര്യയിൽ നിന്ന് എന്നും പരാതികൾ, വീട്ടിലെത്തിയാൽ ഒന്ന് തല ഉയർത്തി ഇരിക്കാനോ നിൽക്കാനോ സമാധാനത്തോടെ ചിരിക്കാനോ കഴിയാത്ത വിധം വീട്ടിൽ എന്നെന്നും അസ്വസ്ഥതകൾ നിറഞ്ഞ സങ്കീർണമായ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു കോടീശ്വരന് മരണമല്ലേ നല്ലത്? അവന്റെ സമ്പത്ത് കൊണ്ട് അവന് എന്ത് നേട്ടം? സമാധാനമില്ലാത്ത സമ്പത്തെന്തിന്? സന്തോഷമില്ലാത്ത സമ്പത്തെന്തിന്? അയാൾ മുതലാളിയാണെങ്കിലും തൊഴിലാളിയേക്കാൾ ഖേദകരമാണ് അയാളുടെ അവസ്ഥ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, യാ അബൂദർ, അബൂദർറേ, ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബ്, ഹൃദയത്തിലുള്ള സമാധാനമാണ് ഒരാളുടെ ഹൃദയം. മുതലാളിയാണെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ സമാധാനം വേണം. വൽ ഫഖറു ഫഖറുൽ ഖൽബി, ദരിദ്രൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ സമാധാനമില്ലാത്തവനാണ് ദരിദ്രൻ. ഹൃദയത്തിൽ സന്തോഷമില്ലാത്തവനാണ് ദരിദ്രൻ. വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ ആ വീട് ദരിദ്രന്റെ വീടാണ്, എത്ര വലുതാണെങ്കിലും ശരി. അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നിറഞ്ഞ വീടുകൾ, സന്തോഷമില്ലാത്ത വീടുകൾ, ദുഃഖം നിറഞ്ഞ വീട്, അത് ദരിദ്രന്റെ വീടാണ്. അവർക്ക് മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ടെങ്കിലും ഇങ്ങനെ മുതലാളിയാകാമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുന്നുണ്ട്, യാ അബാ ഹുറൈറ, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറാൻ, ജനങ്ങളിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറാൻ ചെയ്യേണ്ടത് വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെട്ടേക്കണം. അല്ലാഹു തന്ന ഭാര്യ, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഒരു ഭാര്യ തന്നിട്ട് അപ്പുറത്തുള്ള അയൽവാസിയുടെ ഭാര്യ കണ്ടിട്ട്, നീ എന്താ അങ്ങനെ ആവാത്തത്? നീ എന്താ അവളെ പോലെ ആവാത്തത്? അവള് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ കഴിയാത്തത്? അവള് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, നീ എന്താ ഇല്ലാത്തത്? അള്ളാഹു നിനക്കൊരു ഭാര്യ തന്നില്ലേ, അതിൽ നീ തൃപ്തിപ്പെടും. അപ്പുറത്തുള്ള ഭാര്യ നീ നോക്കണ്ട. അള്ളാഹു നല്ലൊരു ഭർത്താവിനെ തന്നില്ലേ, ഈ ഭർത്താവ് പോരാ, നിങ്ങൾ എനിക്ക് പോരാ, നിങ്ങളെ കൊണ്ട് യാതൊരു സുഖം എനിക്കില്ല, നിങ്ങളെ കൊണ്ട് എനിക്ക് തൃപ്തിയില്ല. മറ്റുള്ളവരെ നോക്ക, അങ്ങോട്ട് നോക്ക, അപ്പുറത്തെ ഭർത്താവ്, ചങ്ങാതിയുടെ ഭർത്താവ്, കുടുംബക്കാരുടെ ഭർത്താവ്. അള്ളാഹു സ്വന്തമായൊരു ഭർത്താവിനെ തന്നിട്ട് മറ്റുള്ളവരിലേക്ക് നോക്കുന്നവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയില്ല. അള്ളാഹു സ്വന്തമായൊരു ഭാര്യ തന്നിട്ട് മറ്റുള്ള ഭാര്യമാരുടെ കഴിവുകൾ തേടിപ്പോകുന്നവർ, അവർക്കും അള്ളാഹു ജീവിതത്തിൽ സമാധാനം തരില്ല. അള്ളാഹു ഒരു വീട് തന്നിട്ട് എന്റെ വീട് ചെറുതായല്ലോ എന്ന് പറഞ്ഞ് വലിയ വമ്പൻ വീടുകളെ നോക്കി വിഷമിച്ചിരിക്കുന്നവർ, അവർക്കും അള്ളാഹു സമാധാനം തരില്ല. അള്ളാഹു ഒരു വാഹനം തന്നിട്ട് എന്റെ വാഹനം ചെറുതായി പോയല്ലോ എന്ന് പറഞ്ഞ് വലിയ വാഹനങ്ങളിലേക്ക് നോക്കുന്നവർക്കും സമാധാനം ഉണ്ടാവൂല.
അല്ലാഹു നിനക്ക് തന്ന ജോലി അൽഹംദുലില്ലാഹ്, അത് ശമ്പളം 1000 ആണെങ്കിലും ശരി, 10000 ആണെങ്കിലും ശരി. അല്ലാഹു നിനക്ക് നൽകിയ കച്ചവടം, അതിന്റെ വരുമാനം 10000 ആണെങ്കിലും ശരി, ലക്ഷങ്ങളാണെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു നിനക്ക് തന്ന വീട് ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു തന്ന ഭാര്യ സൗന്ദര്യമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു തന്ന ഭർത്താവ് വരുമാനമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നിന്നെ നോക്കുന്നുണ്ടെങ്കിലും ശരി, നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. സമാധാനം തേടി എവിടെയും പോവേണ്ട ആവശ്യമില്ല. ഇവിടെ വരൂ, ഇവിടെയാണ് സമാധാനമുള്ളത്. സമാധാനം തേടി ഒരു കൗൺസിലറെ കാണേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി ടൂർ പോവേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി ഗാനമേളകൾ അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടി പോവേണ്ട ആവശ്യമില്ല. സമാധാനം ഇവിടെയാണ്. ഇവിടേക്ക് വരൂ, ഇവിടെ സമാധാനമുണ്ട്. അല്ലാഹു നിനക്ക് എന്ത് തന്നാലും, അല്ലാഹു എന്ത് തന്നോ അതെല്ലാം അൽഹംദുലില്ലാഹ്, അവിടെ സമാധാനം ഉണ്ടാവും. അവർക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. അവരുടെ വരുമാനം മാസത്തിൽ 7000 രൂപയാണെങ്കിലും അവർ കോടീശ്വരന്മാരാണ്. 70,000 ലഭിക്കുന്നവനെക്കാളും കോടീശ്വരൻ ഇയാളാണ്. അബൂ ഹുറൈറ തങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് അല്ലാഹു നൽകുന്ന ഏത് വിഷയമാണെങ്കിലും അല്ലാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു നിനക്ക് സമാധാനം നൽകും. കോടീശ്വരനായി മാറാം. യബ്ന ആദം, ഓ മക്കളെ, ഓ ആദം സന്തതികളെ, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ചു നടക്കരുത്. നിന്റെ ജീവിതത്തിന്റെ, നിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം കളിയല്ല, കളിക്കലല്ല, കളിക്കാണലല്ല, ആരാധിക്കലാണ്, ഇബാദത്താണ്. ഇബാദത്ത് ചെറുതും കളി വലുതുമായി മാറരുത്. ഇബാദത്തിന്റെ ഇടയിലുള്ള കളികളൊക്കെ കളി വലുത്, ഇബാദത്ത് സൈഡ്. വേൾഡ് കപ്പ് നടക്കുമ്പോ കളി കണ്ടുകൊണ്ടിരിക്കുക. ജമാഅത്ത് നടക്കുന്നുണ്ട് പള്ളിയിൽ, ബാങ്ക് കൊടുക്കുമ്പോൾ കളി നിർത്തി പള്ളിയിലേക്ക് വന്നു. അപ്പൊ നിന്റെ കളിയെക്കാളും വലുത് നിനക്ക് ജമാഅത്താണ്. ഒക്കെ കുഴപ്പമില്ല. നേരെ മറിച്ച് നിസ്കാരം പോലും ഇല്ലാതെ കളികളുടെ പിന്നാലെ പോകുന്നത്, ഫലാ തൽഅബ്, അങ്ങനെ ജീവിക്കരുത്. നിനക്ക് വലുത് ഇബാദത്താണ്. വഖസംതു ലക റിസ്ഖക ഫലാ തതഅബ്, നിനക്കുള്ള റിസ്ഖെല്ലാം ഞാൻ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നീ സമ്പാദിക്കുന്നത്, നിന്റെ വീട് എങ്ങനെ, നിന്റെ വാഹനം എങ്ങനെ, നിനക്ക് എത്ര കുട്ടികൾ, നിന്റെ ഭാര്യ ആര്, നിന്റെ ഭർത്താവ് ആര്, എല്ലാം അല്ലാഹു നേരത്തെ കണക്കാക്കി വെച്ചു. അതിൽ നീ തൃപ്തിപ്പെട്. ഫലാ തതഅബ്, പിന്നെ പടച്ചവന്റെ കണക്കിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നീ ക്ഷീണിക്കണ്ട. ഞാൻ നിനക്ക് കണക്കാക്കിയതിൽ നീ തൃപ്തിപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, അഥവാ ഭാര്യ കിട്ടി അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ഭർത്താവ് അൽഹംദുലില്ലാഹ്, എന്റെ ഭർത്താവ് എന്റെ ജീവനാണ്, എനിക്ക് എന്റെ ഭർത്താവാണ് വലുത്, എന്റെ വീട് അൽഹംദുലില്ലാഹ് മനോഹരം, ചെറുതാണെങ്കിലും പ്രശ്നങ്ങളില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലേ, വാഹനം ചെറുതാണെങ്കിലും മഴ കൊള്ളാതെ പോകാൻ പറ്റുന്നില്ലേ, വരുമാനം കുറച്ചാണെങ്കിലും കടങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലേ. ഞാൻ നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ നിന്റെ ഹൃദയത്തിന് ഞാൻ ആശ്വാസം നൽകും, നിന്റെ ശരീരത്തിനും ഞാൻ ആശ്വാസം നൽകും. രോഗം പോലും ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം, രോഗം പോലും ഉണ്ടാവില്ല. നിന്റെ മനസ്സിനും നിന്റെ ശരീരത്തിനും ഞാൻ ശാന്തി നൽകും, റാഹത്ത് നൽകും, വിശ്രമം നൽകും, സന്തോഷം നൽകും. ഒന്നുമില്ല. രോഗം വരുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സ് വ്രണപ്പെടുമ്പോഴാണ് ശരീരം വ്രണപ്പെടുന്നത്. ശ്രദ്ധിക്കണം ഉമ്മമാർ, രോഗിയാകുന്നത് നിങ്ങളുടെ മനസ്സ് രോഗിയാകുമ്പോഴാണ്. മനസ്സിന് രോഗം പിടിപ്പെടുമ്പോഴാണ് ശരീരത്തിന് രോഗം പിടിപ്പെടുന്നത്. മനസ്സിന് മാനസികമായ കരുത്തുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഏത് രോഗങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്യാൻ പറ്റും, പോരാടാൻ പറ്റും. അല്ലാഹു പറയാ, ഞാൻ നിനക്ക് കണക്കാക്കി തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും ഞാൻ ആരോഗ്യം നൽകും, ആത്മാവിന് ശാന്തി നൽകും, ശരീരത്തിന് സുഖം നൽകും. ഇതിനേക്കാളപ്പുറം എന്താ നമ്മൾക്ക് വേണ്ടത്? ഇതിനേക്കാളപ്പുറം എന്താ നമ്മൾക്ക് വേണ്ടത്? മാനസികമായ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം പോരെ. وكنت عندي
മഹ്മൂദ. അത് മാത്രല്ല, നീ എൻ്റെ അടുത്ത് സ്തുത്യർഹനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ കുറിച്ച് ഞാൻ മദ്ഹ് പറയും, നിന്നെ എനിക്ക് ഇഷ്ടപ്പെടും, നിന്നെ ഞാൻ സ്നേഹിക്കും. ഇനി ഞാൻ നിനക്ക് കണക്കാക്കി തന്ന ഭാര്യയിൽ നീ തൃപ്തനല്ല, ഭർത്താവിൽ തൃപ്തനല്ല, വീട്ടിൽ തൃപ്തനല്ല, ജോലിയിൽ തൃപ്തനല്ല, നിന്റെ കയ്യിലുള്ള വരുമാനത്തിൽ തൃപ്തനല്ല, എല്ലാം നിന്നെക്കാളും മുകളിലുള്ളവരിലേക്ക് നീ നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, ഒരു പക്ഷേ നിനക്ക് ഇതിനേക്കാളും വലിയ വരുമാനം ഉണ്ടായേക്കാ, വലിയ വീടുണ്ടായേക്കാ, വലിയ വാഹനങ്ങൾ ഉണ്ടായേക്കാ. കാടുകളിൽ ഇരകളെ തേടി സിംഹങ്ങൾ ഇരകളെ തേടി ഓടുന്നത് പോലെ നിങ്ങളും ഓടും. എന്നിട്ട് ചാടി വീഴും മാൻപേടകളുടെ മുകളിൽ. സിംഹങ്ങളും കടുവകളും ചാടി വീഴുന്നത് പോലെ ചാടി വീഴും, സമ്പത്തിന്റെ പിന്നാലെ ഓടും, വിശ്രമമില്ലാതെ നീ അധ്വാനിക്കും. നിസ്കാരം ദീനൊന്നുമില്ല, വിശ്രമമില്ലാതെ, രാത്രി ഉറക്കില്ലാതെ, രാവിലെ ഭക്ഷണം ഊണും ഒന്നുമില്ലാതെ നീ ഓടും. പക്ഷെ ഓടി 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 നീ തളരുമെന്നല്ലാതെ എന്റെ കണക്കിൽ നിന്ന്, ഞാൻ നിശ്ചയിച്ചതിൽ നിന്ന് ഒരു ദിർഹം കൂടുതൽ നിനക്ക് കിട്ടൂല. എന്ന് മാത്രമല്ല, എന്റെ അടുത്ത് നീ നിന്ദ്യനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിനക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല. നീ വെറുതെ ഓടി നിന്റെ ദീൻ നഷ്ടപ്പെടുത്തി എന്നല്ലാതെ നിനക്കൊന്നും കിട്ടൂല. എനിക്കാണെങ്കിൽ നിന്നോട് വെറുപ്പാണ്. ഇതാണ് ദീൻ വിട്ട് സമ്പാദ്യത്തിന്റെ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവർക്കുള്ള അവസ്ഥ. ഗാനമേളകളാണെങ്കിലും സിനിമയാണെങ്കിലും മറ്റുള്ള എന്റർടൈൻമെന്റ്, ഹറാമായ ഏത് പെണ്ണ്, വ്യഭിചാരം, കഞ്ചാവ്, കള്ള്, ഏതായാലും ശരി, അള്ളാഹുവിന്റെ ദീൻ വിട്ടിട്ടുള്ള എല്ലാ എന്റർടൈൻമെന്റുകൾക്ക് പിന്നിലും ദുഃഖമാണ്. ശേഷം നരകമാണെങ്കിൽ ഏത് ലദ്ദത്തും കുല്ലു ലദ്ദ, ഏത് സുഖങ്ങളും അതിന്റെ ശേഷം നരകമാണെങ്കിൽ ആ സുഖത്തിന് എന്തർത്ഥമാണുള്ളത്? ഏത് സുഖങ്ങളും അതിന്റെ ശേഷം നരകമാണ് ലഭിക്കുന്നതെങ്കിൽ ആ സുഖത്തിന് എന്തർത്ഥമാണുള്ളത്? ഇബ്നു ആദം, ഓ ആദം സന്തതികളെ, അല്ലാഹു പറയുന്നുണ്ട്, ലം അൻസമൻ അസാനി, എന്നോട് തെറ്റ് ചെയ്യുന്നവരെ പോലും ഞാൻ മറക്കാറില്ല. അഥവാ എന്നോട് മോശമായി പെരുമാറുന്നവരെ പോലും ഞാൻ മറക്കാറില്ല. ലം അൻസമൻ അസാനി ഫകൈഫ മൻ അത്വാനി, എന്നെ അനുസരിക്കുന്ന ആളുകളെ പിന്നെ ഞാൻ എങ്ങനെയാണ് മറക്കുക? അല്ലാഹുവിന്റെ ചോദ്യം കേൾക്കണം. ലം അൻസമൻ അസാനി, നമ്മളൊക്കെ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ അവരെ മറക്കും. ബക്കറ്റ് കൊടുത്തോളിയേ, ബക്കറ്റ് പോകാനുണ്ടെങ്കിൽ പോയിക്കോളെ ഇൻഷാ അല്ലാഹ്. നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ അങ്ങോട്ട് മോശമായിട്ട് പെരുമാറും. ലം അൻസമൻ അസാനി, എന്നോട് മോശമായി പെരുമാറുന്ന ആളുകളെ ഞാൻ മറന്നിട്ടില്ല. എന്നോട് മോശമായിട്ട് പെരുമാറിയ ആള് ഞാൻ മറന്നിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇങ്ങോട്ട് മോശമായാൽ അങ്ങോട്ടും മോശമാവും, ഇങ്ങോട്ടും നന്മ ചെയ്താൽ അങ്ങോട്ടും നന്മ ചെയ്യും. അല്ലാഹു അങ്ങനെയല്ല. ഫകൈഫ മൻ അത്വാഅനി, എന്നോട് മോശമായി പെരുമാറിയ ആളുകൾക്ക് പോലും നന്മ ചെയ്യുന്ന ഞാൻ, എന്നോട് നന്മ ചെയ്യുന്ന ആളുകളെ പിന്നെ ഞാൻ എങ്ങനെയാണ് മറക്കുന്നത്? നിങ്ങൾ എന്നോട് നന്മ ചെയ്താൽ ഞാൻ നിങ്ങൾ ഒരു നിലക്കും മറക്കൂല. ഫകൈഫ മൻ അത്വാഅനി, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ മറക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നുണ്ട്, യബ്ന ആദം, മനുഷ്യരെ, ലാ തസ്അൽനി റിസ്ഖൽ ഗദ്, നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കല്ല, നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കല്ല. കമാലം അത്ലുബുക ബിഅമലിൽ ഗദ്, നാളത്തെ അമൽ ഞാൻ നിങ്ങളോട് ചോദിക്കാത്തതുപോലെ, അടുത്ത വർഷത്തെ നോമ്പ് ഇപ്പോൾ നോക്കാൻ ഞങ്ങളോട് പറയാത്തതുപോലെ, അടുത്ത വർഷത്തേക്കുള്ള കാശ് നീ ഇപ്പോൾ ചോദിക്കേണ്ടത് അപ്പൊ ചോദിച്ചാൽ മതി. അല്ലാഹു പറഞ്ഞോ, നാളത്തെ ഇശാ നിസ്കാരം ഇന്ന് നിസ്കരിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നാളത്തെ ഇശാ നിസ്കാരം നാളെ, അടുത്ത വർഷത്തെ നോമ്പ് അടുത്ത വർഷം, അടുത്ത വർഷത്തെ ഹജ്ജ് അടുത്ത വർഷം. ഇങ്ങനെ നാളത്തേത് നാളെ, മറ്റന്നാളത്തേത് മറ്റന്നാൾ. അതുപോലെ നിങ്ങൾ അമല് ചെയ്യുന്നത് പോലെ നിങ്ങൾ ചോദിച്ചാൽ മതി. നാളേക്കുള്ളത് ഇന്ന് ചോദിക്കണ്ട, ഇന്നേക്കുള്ളത് നീ ഇന്ന് ചോദിച്ചാൽ മതി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് മക്കളെ കെട്ടിച്ചേക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നീ ഇന്ന് ടെൻഷനാവല്ല. അതിന് അല്ലാഹു എന്തെങ്കിലും വഴികൾ തുറന്നു തരും. അതുകൊണ്ട് നീ ദീനിയായ മേഖലയിൽ അടിയുറച്ചു നിന്ന് ദീനിയായ ചിട്ടയോടുകൂടി സമ്പാദിക്കുക, അധ്വാനിക്കുക. നിനക്കുള്ള നല്ല വഴികൾ അല്ലാഹു തുറന്നു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പറയുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. നിങ്ങൾ എന്നെ ഓർക്കണം, ഡിമാൻഡ് ഉണ്ട്, നിങ്ങൾ എന്നെ ഓർക്കണം. നിങ്ങൾ എന്നെ ഓർത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെയും മറന്നുകളയും. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ, അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. അങ്ങനെ മറന്നാലോ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്നെ പറഞ്ഞാൽ എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. നിങ്ങൾ നാസ്ത കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം അല്ലെ? ഉമ്മയോട് ചോദിച്ചിട്ട് ചില മക്കൾ ഭക്ഷണം കഴിക്കില്ല, ഭാര്യയോട് ചോദിച്ച് ഭർത്താവ്, ഭർത്താവിനോട് ചോദിച്ച് ഭാര്യ. നിങ്ങൾക്ക് തന്നെ നഷ്ടം. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളെ ഭാര്യയ്ക്ക് വിഷക്കോ ഇല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളെ ഭർത്താവിന് വിഷക്കോ ഇല്ല, നിങ്ങൾക്ക് തന്നെ നഷ്ടം. അതേപോലെ നിങ്ങൾ മറക്കുന്ന എന്നല്ല, നിങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ നഷ്ടമായിട്ട് നാളെ ആഖിറത്തിൽ നിങ്ങൾ തന്നെ നഷ്ടം അനുഭവിക്കേണ്ടി വരും. ദിക്റിന്റെ ചില മഹത്വങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ദിക്റിന്റെ ചില മഹത്വങ്ങൾ, ദിക്റിന്റെയും ദിക്റിന്റെ മജ്ലിസിന്റെയും മഹത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അന്നഹു യത്റുദു ശൈത്വാന, ദിക്ർ ചെല്ലുമ്പോഴും ദിക്റിന്റെ സദസ്സിലിരിക്കുമ്പോഴും പിശാചിനെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിശാചാണ് നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നത്. പിശാചിനകറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിശാചിനകറ്റാനുള്ള വഴി ദിക്റിന്റെ മജ്ലിസും ദിക്റുകളാണ്, അല്ലേ? പിശാചിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ സുജൂദ് ചെയ്തില്ല. അള്ളാഹു ചോദിച്ചു, എന്തേ സുജൂദ് ചെയ്യാത്തത്? പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്യൂല, എന്നെ കാണും താഴെയുള്ള ഒരാൾ. ഫഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, ഇവിടെ വേണ്ട, നീ പോയിക്കോ, നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് അള്ളാഹു അട്ടിപ്പുറത്താക്കി. لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, മനുഷ്യന്റെ വലതു ഭാഗത്തിലൂടെ, ഇടതു ഭാഗത്തിലൂടെ, മുമ്പിലൂടെ, പിമ്പിലൂടെ, എല്ലാ പാർശ്വങ്ങളിലൂടെയും എല്ലാ ഭാഗങ്ങളിലൂടെയും ഞാൻ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യന് ഞാൻ വലയം വെച്ചുകൊണ്ടിരിക്കും, അനങ്ങാമുടൂല. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ വാഗ്ദാനാണിത്, അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ വരമാണിത്. ഒരു മനുഷ്യന്റെ ചുറ്റും ഞാൻ വലയം ചെയ്യും. പിശാച് പറയാണ്, ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ, നല്ല വഴിയിലേക്ക് അടുക്കാൻ പോലും ഞാൻ അവനെ അനുവദിക്കൂല. ثم لآتينهم من بين أيديهم, അവന്റെ മുമ്പിലേക്ക് വരും, ومن خلفهم, അവന്റെ പിന്നിലേക്ക് വരും, وعن أيمانهم, വലതു വശത്തേക്ക് വരും, وعن شمائلهم, ഇടതു വശത്തേക്ക് വരും, ولا تجد أكثرهم شاكرين, ഒരു കുഞ്ഞു മോനെ പോലും ഞാൻ നന്നാവാൻ അനുവദിക്കില്ല. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയവരും അല്ലാഹു പറഞ്ഞു, ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി ഞാൻ നരകത്തിലേക്കിടും. നിന്നെയും നിന്നെ കൊണ്ട് വിശ്വസിച്ച് എല്ലാറ്റിനെയും കൊണ്ടുപോയി നരകത്തിലിടും. കൂടെ നിന്നാൽ, പിശാചിന്റെ കൂടെ നിന്നാൽ. അപ്പൊ പിശാചിൽ നിന്ന് അകലാനുള്ള വഴിയാണ് ദിക്റിന്റെ മജ്ലിസുകളിലേക്ക്, സ്വലാത്തിന്റെ വഅദിന്റെ മജ്ലിസുകളിൽ സജീവമാവുക എന്നുള്ളത്. അന്നഹു യത്റുദു ശൈത്വാൻ, പിശാചിനെ അകറ്റാൻ കഴിയും. 10 ഫായിദകൾ മഹാന്മാർ പറയുന്നുണ്ട്. 10 ഫായിദകൾ മഹാന്മാർ പറയുന്നുണ്ട്. 10 ഫായിദകൾ. അതിലൊന്ന്, പിശാചിനെ അകറ്റാൻ കഴിയും. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ശൈത്വാന ഖാല, പിശാച് അല്ലാഹുവിനോട് പറഞ്ഞു, വഇസ്സതുക യാ റബ്ബ്, അല്ലാഹുവേ, ലാ അബ്റഹു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹും ഫീ അജ്സാദിഹിം, അവരുടെ മരണം വരെ ഞാൻ മനുഷ്യനെ വഴി പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒരാളെയും ഞാൻ നന്നാവാൻ വിടില്ല എന്ന് അള്ളാഹുവിനോട് പിശാച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത്, വഇസ്സതി വജലാലി, ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്യാണ്, ലാ അസാലു അഗ്ഫിർ ലഹും മസ്തഗ്ഫറൂനി, നീ അവരെ തിന്മയിലേക്ക് കൊണ്ടുപോയി നശിപ്പിച്ചാലും അവരെങ്ങാനും ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവർക്ക് പുറത്തു കൊടുത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആകെ ഒരു നാട്ടിലൊരു തെമ്മാടിയായി, മോശക്കാരനായി മാറി. എങ്കിലും അയാൾ ഒരു ദിവസം
നിറകണ്ണുകളുമായി അല്ലാഹുവിലേക്ക് മടങ്ങി അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ നന്നാവുകയാണ്, അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണം, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമെന്ന് നിറകണ്ണുകളുമായി പശ്ചാത്താപത്തോടെ ഖേദത്തോടെ മടങ്ങിയാൽ ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ ആരാ പരാജയപ്പെട? പിശാചല്ലേ. എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിയാൽ ഞാൻ അവരെ സ്വീകരിക്കും. പിശാച് തോറ്റു. 50-60 വർഷത്തോളം തെറ്റിലും ഹറാമിലും ജീവിച്ച ഒരാൾ മരണത്തിന്റെ തൊട്ടു മുമ്പ് ഇസ്തിഗ്ഫാർ ചൊല്ലി നന്നായാൽ പിശാച് ഈ കാലയളവൊക്കെ അധ്വാനിച്ചത് വെറുതെയായി. നമ്മൾക്ക് നന്നാവാൻ സെക്കൻഡുകൾ മതി, അല്ലാഹുവിലേക്ക് അടുക്കാനും സെക്കൻഡുകൾ മതി. അപ്പൊ പിശാചിൽ നിന്ന് അകലാനുള്ള വഴിയാണ് ഈ ദിക്റിന്റെയും വഅദിന്റെയും മജ്ലിസ്. ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. എന്നിലേക്ക് അവരടുക്കാൻ തയ്യാറായാൽ, എന്നിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഞാൻ തയ്യാറാണെന്ന് അല്ലാഹു പറഞ്ഞത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു സമുദായം, ഒരു കൂട്ടം ഇങ്ങനെ ഇരുന്നാൽ, ഒരുമിച്ച് കൂടിയാൽ, അല്ലാഹുവിനെ ഓർത്ത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ, പിശാച് മാറി നിന്നിട്ട് നമ്മളെ കൂടെ ഒരു പിശാച് വേണം. ഒരു പിശാച് എല്ലാവരുടെ കൂടെ ഉണ്ട്. ആ പിശാച് മാറി നിന്നിട്ട് ദുനിയാവിനോട് പറയും, അലാ തറൈന മാ യസ്നഊൻ, കാണുന്നില്ലേ, മനുഷ്യന്മാരെ കാണുന്നില്ല, അവർക്ക് ഇങ്ങനെ വാദം പോയി കേൾക്കുക, അവരൊക്കെ ഹദ്ദാദ് ചെല്ലുക, അവരൊക്കെ ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, നിങ്ങൾക്ക് അത് കാണുന്നില്ലേ എന്ന് പിശാച് ദുനിയാവിനോട് പറയും. അപ്പൊ ദുനിയാവ് പറയും, ദഅഹും, അവരെ വിട്ടേക്ക്. ഫഇന്നഹും ഇദാ തഫറഖൂ, വാദ് കഴിഞ്ഞ് വന്നാൽ അവരുടെ പിരടിക്ക് പിടിച്ചേക്ക്. വാദ് കഴിയുന്നത് വരെ തൊടാൻ കഴിയില്ല, അത് ശരിയാണ്. ദിക്റിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ്, ഹദ്ദാദ് കഴിയുന്നത് വരെ പിശാചിന് ഒരു റോഡില്ല. കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോ അവരുടെ പെരടിക്ക് പിടിച്ചേക്ക്, അവരെ പിടിച്ചോണ്ടേക്ക്. ഇതെല്ലാം കഴിഞ്ഞവര് പിരിഞ്ഞു പോകുമ്പോഴേക്കും ഇതിൽ നിന്ന് മാറി നിന്നിലേക്ക് അവരെ മടങ്ങി വരാൻ സാധ്യതയുണ്ട്, അവരെ പിടിച്ചോളൂ എന്ന് ദുനിയാവ് പിശാചിനോട് പറയുമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ഇൽമിന്റെ സദസ്സുകൾ, ഈ ദിക്റിന്റെ സദസ്സുകൾ വളരെ പ്രധാനമായിട്ട്, ഒന്നാമത്തെ മഹത്വം പിശാചിൽ നിന്ന് അകലാൻ നമ്മെ സഹായിക്കും. എത്ര കണ്ട് വഅദിന്റെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ, എത്ര കണ്ട് ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ, അത്രയും അയാൾ പിശാചിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പിശാച് നമ്മുടെ ശത്രുവാണ്. ഫദല്ലാഹുമാ ബിഗുറൂർ فلما ذاق الشجرة بدت لهما سوآتهما وطفقا يقصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. ആദമിനോട് ഹവ്വയോട് അല്ലാഹു ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പിശാച് ശത്രുവാണെന്ന്, എന്തേ നീ കേൾക്കാത്തത്? നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇന്ന ശൈത്വാന ലകുമാ അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ് പിശാച് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും പിശാചിന്റെ വാക്ക് എന്തേ നീ കേട്ടത് എന്നാണ് അല്ലാഹു ചോദിച്ചത്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ, തെറ്റുപറ്റുപോയി റബ്ബേ. അല്ലാഹു പുറത്തു കൊടുത്തു. അതേപോലെ പിശാച് ശത്രുവാണെന്ന് നമ്മൾക്കറിയാം, എന്നിട്ടും നമ്മുടെ ഭാഗത്ത് തെറ്റുവരും. തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിയാൽ അല്ലാഹു പുറത്തു തരും. ദിക്റിന്റെ 10 മഹത്വങ്ങളിലൊന്ന്, ദിക്റിന്റെ 10 പ്രത്യേകതകളിലൊന്ന്, ദിക്റിലൂടെ ജീവിക്കുന്ന ഒരാളെ പിശാചിന് ശല്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിരന്തരമായ ഒരാൾ ദിക്ർ ചൊല്ലാൻ, ദിക്ർ തന്നെ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ വാളുകൾ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി സുബ്ഹാനല്ലാഹ്, സ്വലാത്ത്, ദിക്ർ ചൊല്ലി, ഖുർആൻ ഓതി, നിസ്കരിച്ച്, തന്നെ അയാളെ പിശാചിന് തൊടാൻ കഴിയില്ല. 2 അന്നഹു യുർദിർ റഹ്മാന അസ്സ വജൽ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ കഴിയും.
എത്ര കണ്ട് ദിക്ർ വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രയും കണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായ ആൾ മാറും. അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ. അബൂ ദർദാ തങ്ങൾ പറയാണ്, ഖാല റസൂലുള്ളാഹി, ഉറക്ക സ്വലാത്തിൽ ഒരു 3 മിനിറ്റ് ഒന്നുകൂടി. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الله സ്വീകരിക്കട്ടെ. وعن ابي الدرداء رضي الله عنه, അബൂ ദർദാ തങ്ങൾ പറയാണ്, قال رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നുണ്ട്, ലാ ബഅസന്നല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരു സമുദായത്തെ കൊണ്ടുവരുന്നുണ്ട്. മഹ്ശറയിൽ ഒരു സമുദായത്തെ അല്ലാഹു കൊണ്ടുവരാൻ, ഒരു കൂട്ടം ആളുകൾ. ഫീ വുജൂഹിഹിമുൻ നൂർ, അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ട്. അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ട്. അലാ മനാബിരി ലുഅ്ലുഇ, മുത്തുകളുടെ പവിഴങ്ങളുടെ സിംഹാസനങ്ങളിലാണ് അവർ ഇരിക്കുന്നത്. മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം, മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം പവിഴങ്ങൾ കൊണ്ട്, രത്നങ്ങൾ കൊണ്ടുള്ള മനോഹരമായ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അവരെ കാണുമ്പോൾ ജനങ്ങൾ അസൂയയോടെയാണ് നോക്കുന്നത്. നോക്കൂലെ, വലിയ വണ്ടിയിലൊക്കെ പോകുന്ന ആളെ കാണുമ്പോൾ അസൂയയോടെ നോക്കൂടെ? നല്ല വീടൊക്കെ കാണുമ്പോൾ അസൂയയോടെ, തകരാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കിട്ടാനുള്ള പൂതിയോടെ ഒരു അസൂയയുടെ ഒരു നോട്ടം. അതേപോലെ ജനങ്ങൾ അസൂയയോടെ നോക്കും. ഏതപ്പായി മനുഷ്യന്മാര്, ഏതായി കൂട്ടര്? അവർ പ്രവാചകന്മാരല്ല. അവർ പ്രവാചകന്മാരല്ല. വലാ ശുഹദാ, അവർ രക്തസാക്ഷികളല്ല, ഷഹീദുകളല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി പിടഞ്ഞു മരിച്ചവരല്ല. അള്ളാഹുവിന് വേണ്ടി രക്തം സമ്മാനിച്ചവരല്ല. ശുഹദാക്കളും അല്ല, അംബിയാക്കളും അല്ല. പിന്നെ ആരാണാവോ ഇത്രയും വലിയ ടീം? മുട്ടിലൂടെ ഇഴഞ്ഞുകൊണ്ടൊരു അഅറാബി നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, ജല്ലിഹിം ലനാ, അവരെ കുറിച്ചൊന്ന് ഞങ്ങളോട് പറഞ്ഞു തരുമോ? നഅരിഫുഹും, അവർ ആരാണെന്ന് ഞങ്ങളൊന്ന് പഠിച്ചോട്ടെ, അവരെ പോലെയാകാനൊന്ന് ശ്രമിച്ചോട്ടെ, അവർ ആരാണെന്ന് പറഞ്ഞു തരുമോ എന്നൊരു അഅറാബി മുട്ടിലൂടെ ഇഴഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ അടുത്തേക്ക് എത്തി. നബി തങ്ങൾ പറഞ്ഞു, ഹുമുൽ മുതഹാബൂന ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ. മിൻ ഖബാഇല ശത്താ, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന്. വബിലാദിൻ ശത്താ, വ്യത്യസ്തമായ നാടുകളിൽ നിന്ന്. എല്ലാവരും ഈ പുഞ്ചക്കാടുള്ള ആളാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല? പുഞ്ചക്കാട് തന്നെ നാട്ടിന്റെ പേര്. എല്ലാവരും പുഞ്ചക്കാട്ടുകാരാണെന്ന് വിശ്വാസം എനിക്കില്ല. വ്യത്യസ്തമായ നാട്ടുകാരുണ്ടാകും. വ്യത്യസ്തമായ നാട്ടുകളിൽ നിന്ന്, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന് ഒരുമിച്ചുകൂടി എന്നെ സ്നേഹിക്കുന്നവരാണവർ. യജ്തമിഊന അലാ ദിക്രില്ലാഹ്, എന്നെ ഓർക്കാനാണ് അവർ ഒരുമിച്ച് കൂടിയത്. ആ ആളുകൾക്ക് അല്ലാഹു നാളെ നൽകുന്നത് മനോഹരമായ രത്നങ്ങൾ കൊണ്ടുള്ള സിംഹാസനങ്ങളിൽ ഇരുത്തി അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദിക്റാണ്, ഖുർആനും ഹദീസുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആരും പൈസ കിട്ടുമെന്നോ ചീരണി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ വന്നതല്ല. ഉറങ്ങാം, നല്ല ഈ മഴയത്ത് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാം. പക്ഷേ എങ്കിലും കുറച്ച് വാലൊക്കെ കേട്ടോട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി കടന്നു വന്നു. ഈ നമ്മൾക്ക് അല്ലാഹുവിന് പകരം നാളെ മനോഹരമായ പവിഴങ്ങളും രത്നങ്ങളും കൊണ്ട് അല്ലാഹു ഒരുക്കി വെച്ച സിംഹാസനങ്ങളിൽ മുഖം പ്രകാശിക്കുന്നവരായിരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.